വെൽക്കം ടു JL&VS ലേണിംഗ് ക്ലാസ് റൂം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 22/10/2024 കേരള PSC നടത്തിയ ഓൺലൈൻ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ്. പ്യൂൺ വാച്ച്മാൻ തസ്തികയിലേക്കായിരുന്നു ഈ പരീക്ഷ നടത്തിയിരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണുക. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ 21. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? ആൻസർ ഓപ്ഷൻ സി 5. ആൻസർ ഓപ്ഷൻ സി 5. ക്വസ്റ്റ്യൻ 22. ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങളിലെ നിർദ്ദേശങ്ങൾ അല്ലാത്തതേത്? ആൻസർ ഓപ്ഷൻ ബി ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. ആൻസർ ഓപ്ഷൻ ബി ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. ക്വസ്റ്റ്യൻ 23. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആര്? ആൻസർ ഓപ്ഷൻ ബി സുമൻ കെ ബെറി. ആൻസർ ഓപ്ഷൻ ബി സുമൻ കെ ബെറി. ക്വസ്റ്റ്യൻ 24. ISROവിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ആൻസർ ഓപ്ഷൻ ബി എസ് സോമനാഥ്. ആൻസർ ഓപ്ഷൻ ബി എസ് സോമനാഥ്. ക്വസ്റ്റ്യൻ 25. താഴെ നൽകിയിരിക്കുന്നവയിൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം? ആൻസർ ഓപ്ഷൻ എ കന്യാകുമാരി. ആൻസർ ഓപ്ഷൻ എ കന്യാകുമാരി. ക്വസ്റ്റ്യൻ 26. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ സി ആലപ്പുഴ. ആൻസർ ഓപ്ഷൻ സി ആലപ്പുഴ. ക്വസ്റ്റ്യൻ 27. അടുത്തിടെ അന്തരിച്ച യാമിനി കൃഷ്ണമൂർത്തി ഏതു മേഖലയിലെ പ്രതിഭയാണ്? ഓപ്ഷൻ ഡി ശാസ്ത്രീയ നൃത്തം. ഓപ്ഷൻ ഡി ശാസ്ത്രീയ നൃത്തം. 28ാമത്തെ ചോദ്യം. രാജസ്ഥാനിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദി ഏത്? ആൻസർ ഓപ്ഷൻ സി ലൂണി. ആൻസർ ഓപ്ഷൻ സി ലൂണി. 29. 54ാമത് കേരള ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച ചിത്രം? ആൻസർ ഓപ്ഷൻ സി കാതൽ. ഓപ്ഷൻ സി കാതൽ. ക്വസ്റ്റ്യൻ 30. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഓപ്ഷൻ സി മൗണ്ട് ഗേറ്റു. ആൻസർ ഓപ്ഷൻ സി മൗണ്ട് ഗേറ്റു. 31. താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട്? ആൻസർ ഓപ്ഷൻ സി ഇടുക്കി. ഓപ്ഷൻ സി ഇടുക്കി. 32. 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഷൂട്ടിംഗ് താരം? ആൻസർ ഓപ്ഷൻ ഡി മനു ഭാക്കർ. ഓപ്ഷൻ ഡി മനു ഭാക്കർ. 33. ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? ഓപ്ഷൻ എ ഉത്തരായന രേഖ. ആൻസർ ഓപ്ഷൻ എ ഉത്തരായന രേഖ. ക്വസ്റ്റ്യൻ 34. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റി? ആൻസർ ഓപ്ഷൻ ഡി ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി. ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി. ക്വസ്റ്റ്യൻ 35. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏത്? ആൻസർ ഓപ്ഷൻ സി നീണ്ടകര. ഓപ്ഷൻ സി നീണ്ടകര. ക്വസ്റ്റ്യൻ 36. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ സി കേരളം. ആൻസർ ഓപ്ഷൻ സി കേരളം. 37ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി കേരളം. ആൻസർ ഓപ്ഷൻ സി കേരളം. ക്വസ്റ്റ്യൻ 38. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ആൻസർ ഓപ്ഷൻ ബി പെരിയാർ. ഓപ്ഷൻ ബി പെരിയാർ. അടുത്ത ചോദ്യം. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? പാലക്കാട്. ഓപ്ഷൻ ഡി പാലക്കാട്. ക്വസ്റ്റ്യൻ 40. കേരളത്തിന്റെ സംസ്ഥാന ഫലം ഏത്? ഓപ്ഷൻ എ ചക്ക. ആൻസർ ഓപ്ഷൻ എ ചക്ക. 41. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കരസ്ഥമാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്? ആൻസർ ഓപ്ഷൻ ഡി പുല്ലൂരംപാറ. ഓപ്ഷൻ ഡി പുല്ലൂരംപാറ. ക്വസ്റ്റ്യൻ 42. കേരളത്തിലെ ഏത് നഗരമാണ് സാംസ്കാരിക നഗരമായി അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി തൃശൂർ. ഓപ്ഷൻ സി തൃശൂർ. ക്വസ്റ്റ്യൻ 43. എടയ്ക്ക ഗുഹ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? എടയ്ക്ക ഗുഹയാണ്. ഓപ്ഷൻ സി ഇടുക്കി. ക്വസ്റ്റ്യൻ 44. സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികളിൽ ഉൾപ്പെടാത്തത് ഏത്?
ഓപ്ഷൻ ബി ആണ് ആൻസർ, ജീവനം പദ്ധതി. ഓപ്ഷൻ ബി ജീവനം പദ്ധതി. ക്വസ്റ്റ്യൻ 45. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു? ആൻസർ ഓപ്ഷൻ ബി 6 മെഡലുകളാണ് ലഭിച്ചത്. ക്വസ്റ്റ്യൻ 47. ഒറ്റയാനെ കണ്ടെത്തുക. സൈലന്റ് വാലി, ഇരവികുളം, തട്ടേക്കാട്, മതികെട്ടാൻചോല. ആൻസർ ഓപ്ഷൻ സി ആണ്, തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ഓപ്ഷൻ സി തട്ടേക്കാട്. ക്വസ്റ്റ്യൻ 48. 2024 ആഗസ്റ്റിൽ 75-ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട്. ഓപ്ഷൻ എ 1 രൂപ. ആൻസർ ഓപ്ഷൻ എ 1 രൂപ. ക്വസ്റ്റ്യൻ 49. ഭൗമശാസ്ത്രജ്ഞർ സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസത്തെ എന്ത് പേരിൽ വിശേഷിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി മണ്ണിന്റെ ക്യാൻസർ. ആൻസർ ഓപ്ഷൻ സി മണ്ണിന്റെ ക്യാൻസർ. അടുത്ത ചോദ്യം, 2024 ജൂൺ മാസം ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് AI ചാറ്റ് ബോട്ടിന്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ എ ജെമിനി. ആൻസർ ഓപ്ഷൻ എ ജെമിനി. 51-ാമത്തെ ചോദ്യം, 2024 ഇന്ത്യയുടെ ദേശീയ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം. ഓപ്ഷൻ ബി ആട്ടം. ഓപ്ഷൻ ബി ആട്ടം. ക്വസ്റ്റ്യൻ 52. 2024 ആഗസ്റ്റ് 16-ന് EOS 08 വിക്ഷേപിക്കാൻ ISRO ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി SSLV D3. SSLV D3. അടുത്ത ചോദ്യം, ഉച്ഛ്വാസവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3 ശരി, 2 തെറ്റ്. ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ 54. മുറ, നിലിരവി, ബാദാവരി എന്നീ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ താഴെ പറയുന്നവയിൽ ഏതിലാണ് ഉൾപ്പെടുക? ആൻസർ ഓപ്ഷൻ ഡി എരുമ. ക്വസ്റ്റ്യൻ 55. ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നതിനായി ആലം ചേർക്കുന്ന പ്രക്രിയയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കൊയാഗുലേഷൻ. ഓപ്ഷൻ ബി കൊയാഗുലേഷൻ. അടുത്ത ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിന മുദ്രാവാക്യത്തിന്റെ പ്രധാന ആശയങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ. 1, 3 ശരിയാണ്. ഭൂമി പുനഃസ്ഥാപിക്കൽ, വരൾച്ച പ്രതിരോധം. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യത്തിലെ പ്രധാന ആശയങ്ങൾ ഭൂമി പുനഃസ്ഥാപിക്കൽ, വരൾച്ച പ്രതിരോധം എന്നിവ. ചോദ്യം 57. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കാറ്ററിൻ കാരിക്കോ ആൻഡ് ഡ്രൂ വെയ്സ്മാൻ. ക്വസ്റ്റ്യൻ 58. ആനമുടിച്ചോല, മതികെട്ടാൻചോല, പാമ്പാടുംചോല ഇവയെല്ലാം എന്തിന്റെ ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ സി നാഷണൽ പാർക്ക്. ഇവയെല്ലാം നാഷണൽ പാർക്കുകളാണ്. അടുത്ത ചോദ്യം, പ്രസ്താവന. വിറ്റാമിൻ എയുടെ അഭാവം നിശാന്തതയ്ക്ക് കാരണമാകുന്നു. കാരണം വിറ്റാമിൻ എ റെറ്റിനയിലെ കാഴ്ചയ്ക്ക് സഹായകമാകുന്ന ഘടകങ്ങൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്നു. തന്നിരിക്കുന്ന പ്രസ്താവനയും കാരണവും പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. പ്രസ്താവനയും കാരണവും ശരിയാണ്. ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവനയും കാരണവും ശരിയാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ 60. ബലത്തിന്റെ യൂണിറ്റ് എന്ത്? ഓപ്ഷൻ ബി ന്യൂട്ടൺ. ഓപ്ഷൻ ബി ന്യൂട്ടൺ. അടുത്ത ചോദ്യം, കാഥോഡ് രശ്മികളുടെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ക്വസ്റ്റ്യൻ 62. ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ആൻസർ ഓപ്ഷൻ ഡി അലൂമിനിയം. ഓപ്ഷൻ ഡി അലൂമിനിയം. ക്വസ്റ്റ്യൻ 63. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത്? ആൻസർ ഓപ്ഷൻ ബി കൊബാൾട്ട് 60. ആൻസർ ഓപ്ഷൻ ബി കൊബാൾട്ട് 60. ക്വസ്റ്റ്യൻ 64. കലോറിക മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനം? ഓപ്ഷൻ എ ഹൈഡ്രജൻ. ആൻസർ ഓപ്ഷൻ എ ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, 3 തവണ ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രികയുടെ പേര്? ഓപ്ഷൻ ബി സുനിത വില്യംസ്. ഓപ്ഷൻ ബി സുനിത വില്യംസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം?
ഓപ്ഷൻ സി കണ്ണൂർ. ഓപ്ഷൻ സി കണ്ണൂർ. ക്വസ്റ്റ്യൻ 67. പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു രോഗം. ഓപ്ഷൻ എ എലിപ്പനി. ഓപ്ഷൻ എ എലിപ്പനി. അടുത്ത ചോദ്യം, വൈറസുകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, മലമ്പനിക്ക് കാരണമായ രോഗവാഹകർ ഡാഷ് ആണ്. ആൻസർ ഓപ്ഷൻ എ. അനോഫിലിസ് പെൺകൊതുക്. ഓപ്ഷൻ എ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പകർച്ചവ്യാധികൾക്ക് ഉദാഹരണമല്ലാത്തതേത്? ആൻസർ ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയല്ല. ക്യാൻസർ, ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ ഇവയൊന്നും പകർച്ചവ്യാധികൾ അല്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 71. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ ബി. സ്നേഹസ്വാന്തനം. ആൻസർ ഓപ്ഷൻ ബി. സ്നേഹസ്വാന്തനം. അടുത്ത ചോദ്യം, ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരളം സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി ഡാഷ് ആണ്. ഓപ്ഷൻ ഡി. സ്പെക്ട്രം. ആൻസർ ഓപ്ഷൻ ഡി. സ്പെക്ട്രം. അടുത്ത ചോദ്യം, അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ജില്ല ഡാഷ് ആണ്. ആൻസർ ഓപ്ഷൻ എ. ആലപ്പുഴ. ആൻസർ ഓപ്ഷൻ എ. ആലപ്പുഴ. ചോദ്യം 74. താഴെ പറയുന്നവയിൽ ഒരു ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം എഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ്, പക്ഷാഘാതം. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, കേരള സർക്കാരിന്റെ പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓപ്ഷൻ സി. മിഠായി. ക്വസ്റ്റ്യൻ 76. താഴെ പറയുന്നവയിൽ ഈ വർഷത്തെ ലോകാരോഗ്യ ദിനത്തിലെ സന്ദേശം. ആൻസർ ഓപ്ഷൻ എ. നമ്മുടെ ഭൂമി നമ്മുടെ ആരോഗ്യം. ആൻസർ ഓപ്ഷൻ എ. താഴെ പറയുന്നവയിൽ ഏത് ജീവകമാണ് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി. ജീവകം സി. 78. ചോദ്യം, 100 ഗ്രാം കശുവണ്ടി പരിപ്പിൽ നിന്ന് ലഭിക്കുന്ന മാംസ്യത്തിന്റെ അളവ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി. 21.2. ആൻസർ ഓപ്ഷൻ സി. 21.2. 79. ഏത് വിറ്റാമിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കണ? ഓപ്ഷൻ ബി. ഡി. വിറ്റാമിൻ ഡി. 80. താഴെ പറയുന്നവയിൽ പച്ചമുളകിന്റെ സങ്കര ഇനം കണ്ടെത്തുക. ഓപ്ഷൻ സി. അനുഗ്രഹ. ഓപ്ഷൻ സി. അനുഗ്രഹ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.